അല്ല മേനോ മലയാളി ഉണ്ടോ? ഉണ്ട്. എന്തിനാ? ഒന്ന് കാണാനാ. നീ ബേജാറാവണ്ടോ, നമ്മള് മലയാളിയുടെ ഭയ ഇഷ്ടക്കാരനാ. നീ ആത്തി എന്ന് ഒരു വയസ്സും കാക്ക കാണാൻ വന്നിട്ടുണ്ടെന്ന് പോയി പറ. വണ്ടി പോട്ടെ. താജിക്ക് എപ്പോ വന്ന്? ഇന്ന് വന്നതേ ഉള്ളൂ. നിങ്ങളൊക്കെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഒരു അച്ഛൻ വന്നിട്ടുണ്ട്. താജിക്കെ കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ. ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ വർഷം 2 കഴിഞ്ഞു. മേനോൻകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ പിന്നെ നമ്മൾ ആദ്യമായിട്ടാ വരേണ്ടത്. എന്റെ ഭാര്യ മൃദുല. താജിക്ക് നമ്മുടെ കല്യാണത്തിന് വന്നില്ലല്ലോ. മാപ്പാക്കണം മേനോൻകുട്ടിയെ. കത്ത് കിട്ടിയപ്പം മുതൽ നമ്മൾ വരാനൊരുങ്ങിയതാ, പക്ഷേ പറ്റിയില്ല. മൃദുല ഞാൻ പറയാറില്ലേ, താജിക്ക അച്ഛന്റെ ബാല്യകാല സുഹൃത്താ. ഈ മേനോൻകുട്ടി എടുത്ത് വളർത്തിയ തയമ്പ് ഇപ്പോഴും നമ്മൾ ഓർത്തുണ്ട്. അച്ഛനെ വിളിക്കാം. തലേന്ത് ചെയ്തു? നോക്കാൻ ആളില്ലാത്തോണ്ട് സൊസൈറ്റിക്ക് കെട്ടിക്കൊടുത്തിരിക്കുക. അതിനാവശ്യം വരുമ്പോ ഓരോരുത്തരും മേടിക്കാലോ. അവിടെ ഒരു വീടില്ലേ? ഉണ്ടല്ലോ, പലരും വന്ന് ചോദിച്ചു, നമ്മൾ കൊടുത്തില്ല. ഇക്കാലത്ത് ഒഴിപ്പിച്ചെടുക്കാനൊക്കെ വലിയ പാടാ മേനോൻകുട്ടി. ഇരിക്കണോ? ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അല്ല, നമ്മൾ മയ്യത്താണല്ലോ പോയിട്ട് വന്നത്. പിന്നെ എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ? ഓ, എന്ത് വിശേഷം? ഒന്നുമില്ല. അല്ല, നിങ്ങൾ വല്ലാണ്ട് തടിച്ചിരിക്കണല്ല. ഈ മൂത്രവും സൂത്രവും ഒക്കെ പരിശോധിക്കണ്ട. താൻ പോണോ അവിടുന്ന്? തന്റെ ഭാര്യയ്ക്ക് മോനൊക്കെ സുഖമാണോ? തന്റെ മോനെ ഞാൻ അവനെ കൈക്കുഞ്ഞായിരുന്നപ്പോ കണ്ടതാ. അവന് ജോലി വല്ല ആയോ? അവനിപ്പോ ഗൾഫ് പോകേണ്ട തിടുക്കത്തില്ല. എങ്ങനെയെങ്കിലും വരുന്ന മാസം അക്കരയ്ക്ക് പറഞ്ഞു വിടണം. കൊള്ളാമല്ലോ. പിന്നെ ഒരു കാര്യം, തനിക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായാലും എന്നോട് ചോദിക്കാൻ പഠിക്കണം. അതെങ്ങനെ മനസ്സിൽ വെച്ചോളി. പിന്നെ ഈ സ്നേഹത്തിനിടയിൽ കായ് വന്നാല് അതൊരൊടക്ക. നമ്മക്ക് എങ്ങനെ സ്നേഹം മാത്രം. വളരെ ശരിയാണ്. പക്ഷെ പിള്ളേ, ആ റിച്ചാർഡ്സന്റെ ബില്ല് പെൻഡിങ് കാണുന്നുണ്ടല്ലോ. സാർ, അത് നാളെ തന്നെ പ്രസന്റ് ചെയ്യാം. ഗ്രീൻലീസ് ബാങ്കിലേക്കുള്ളതാണ്. അടുത്ത മാസത്തിൽ അക്കൗണ്ട് വരുത്താമെന്ന് കരുതി. യെസ്, പ്രശാന്തൻ ഹിയർ. എന്താ മൃദുലേ? കഴിയുന്ന നേരത്തെ വരാമെന്നേ. സമ്മതിച്ചടോ. ഇപ്പഴെങ്ങനെ മോളെ അങ്ങോട്ട് വരിക? എനിക്ക് ഫയലൊക്കെ നോക്കണ്ടേ? ഫയലും കൊണ്ട് അങ്ങോട്ട് വരാനോ? അതെങ്ങനെയാ മോളെ ശരിയാകുക? ബെഡ്റൂമിൽ വെച്ച് നിനക്ക് പകരം ഫയൽ കൈകാര്യം ചെയ്താൽ മതിയോ? എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. എന്തോന്നാണ് നീ കാണിക്കുന്നത്? ഇതൊരു ഓഫീസല്ലേ, വൃത്തിയോട് കാണിക്കുന്നത്. ഞാനല്ല, അദ്ദേഹം. ഹായ്, മനോഹരമായിരിക്കുന്നു. സത്യത്തിൽ നീ പരിഭവിച്ചിരിക്കുന്ന കാണുമ്പോഴാണ് കൂടുതൽ ഭംഗി. എന്നോടൊന്നും മിണ്ടണ്ട. അയ്യോ, ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല സാറേ. ഞാൻ ആത്മഹത്യ നടത്തിയല്ലേ. ഇന്ന് സിനിമയ്ക്ക് പോകുന്ന കാര്യം ശാന്തട്ട് മറന്നില്ലേ? ഞാൻ മറന്നതല്ല മോളെ. ഇന്നലെ നീ ആവശ്യപ്പെട്ട സാധനം എന്റെ കയ്യിൽ കിട്ടിയപ്പോ സ്വല്പം ലേറ്റായി. സാക്ഷാൽ കോഴിക്കോടൻ ഹൽവ. മുഖം വീർപ്പിച്ചിരുന്നതിന് ഏത്തവിടാങ്കിൽ തരാം. ഓ, എനിക്കെങ്ങും വേണ്ട. നിനക്ക് വേണ്ടല്ലോ? വേണ്ട. ഒരു പാവം ഗർഭിണിയുടെ ആഗ്രഹമല്ലേ എന്ന് കരുതി ആളേച്ചത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ അവിടെ ഒരു ഗമ. എനിക്ക് വേണ്ട, തന്നെ തന്നെ കഴിച്ചാൽ മതി. അതൊരു ഗർഭം എനിക്കല്ലല്ലോ. എന്നാ നിന്നെ കൊണ്ടൊന്ന് കഴിപ്പിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇല്ലേ? എന്റെ വയറിടിച്ചു. അമ്മേ, അയ്യോ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഡോക്ടർ, മൃദുലയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഇടിയുടെ ആഘാതത്തിൽ ഫലോപ്യൻ ട്യൂബിന് കാര്യമായ ക്ഷതമേറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരിക്കലും മൃദുല ഗർഭം ധരിക്കാതെ സൂക്ഷിക്കണം.
ഗർഭം ധരിച്ചാൽ അപകട സാധ്യത ഉണ്ട്. ഡോക്ടർ, ഞാൻ 3 ദിവസമായി ഒരേ ഇരിപ്പല്ലേ. ഒന്ന് പോയി കുളിച്ച് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ട് വാ. മോനെ, ഇതൊക്കെ സാധാരണയാ. ഇതിലിത്ര സങ്കടപ്പെടാനൊന്നുമില്ല. ആ കുഞ്ഞ് നമുക്ക് വിധിച്ചതല്ലെന്ന് കരുതിയാ മതി. ആ, നിന്റെ അച്ഛന് പറഞ്ഞോ? അച്ഛൻ കൽക്കട്ടയിലാണ്, ഞാൻ വിവരം അറിയിച്ചില്ല. മോൻ വീട്ടിൽ പോയി ഡ്രസ്സെങ്കിലും ഒന്ന് മാറ്റിട്ട് വാ. പോയിട്ട് വരൂ ശാന്തേട്ടാ. ഇവിടെ ഇപ്പോ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ. എപ്പോഴും നീ പടങ്ങളിൽ നോക്കണം. എന്തിനാ ചേട്ടാ? എന്നാലേ ഇതുപോലെ സുന്ദര കുട്ടിനെ പ്രസവിക്കാൻ പറ്റും. എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ മനസ്സിൽ ഒരു രൂപം സ്ഥിരമായിട്ടുണ്ട്. ആരുടേതാ? അവതവച്ചന്റെ ആണോ? ഒരു ബച്ചന്റെ അല്ല, എന്റെ ശാന്തേട്ടന്റെ. എനിക്കത് മതി. സാർ, അവിടെ വെച്ചേക്കും. ഓ, എന്തോ? ഈ ഫോട്ടോകളല്ലേ ഇവിടെ നിർത്ത് മാറ്റിയേക്കും. സാർ, ഫോട്ടോ എല്ലാം താഴ്ത്തിറക്കി. ആ, അല്ല സാർ, ഇത് എവിടെ വെക്കണം? ആ സ്റ്റോർ റൂമിൽ വെച്ചേക്കൂ. ഓ, ടേപ്പാ, എന്തോ? നിനക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളിലെല്ലാം ഫോട്ടോ വാങ്ങി അവിടെ വെച്ചേക്കൂ. ഇതെന്താ ശാന്തേട്ടാ? എന്തിനാ ആ ഫോട്ടോകളെല്ലാം മാറ്റിയത്? ഒന്നുമില്ല, ഇതാണ് നല്ലതെന്ന് തോന്നി. എന്നാലും ദൈവങ്ങളുടെ ഫോട്ടോ ബെഡ്റൂമിൽ വെക്കുന്നത് ശരിയല്ല കേട്ടോ. ദൈവങ്ങളുടെ കണ്ണുവെട്ടിക്കാൻ നമുക്ക് കഴിയില്ല മോളെ. ഡോക്ടർ വന്നിട്ടുണ്ട്, മോളിവിടെ ഇരിക്കെ. സ്റ്റെപ്സ് ഇറങ്ങണ്ട. ഡോക്ടർ തന്നെ ഈ കാര്യം മൃദുലയോട് പറഞ്ഞ് മനസ്സിലാക്കണം. അതിനാണ് ഞാൻ വിളിപ്പിച്ചത്. ഓഫ് കോഴ്സ്. ഒരു കാര്യം കൂടി ഡോക്ടർ കേൾക്കണം. ഇത് മറ്റാരും അറിയരുത്. എന്റെ അച്ഛൻ അറിഞ്ഞ കുഴപ്പമാണ്.
കുടുംബത്തിനൊരു അവകാശം ലഭിക്കാൻ വേണ്ടി മറ്റൊരു വിവാഹത്തിന് അച്ഛൻ എന്നെ നിർബന്ധിക്കും. എന്റെ മൃദുലയെ പിരിയാൻ എനിക്കൊരിക്കലും കഴിയില്ല ഡോക്ടർ. ഓക്കെ. മിസ്റ്റർ പ്രശാന്തൻ, ഞാൻ മൃദുലോട് സംസാരിച്ചു. അവൾ അല്പം അപ്സെറ്റാണ്. നിങ്ങൾ സമാധാനിപ്പിക്കണം. മാസം തോറും ആ ടാബ്ലറ്റ്സ് കഴിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ കൂടെ കൂടെ വന്ന് നോക്കിക്കോളാം. താങ്ക് യു ഡോക്ടർ. കരയാതിരിക്കും. ഇത് നമ്മുടെ വിധിയാണ്. ഞാനൊരു അമ്മയാകാൻ കഴിയാത്ത പാവിയല്ല ചേട്ടാ. നിങ്ങളെല്ലാവരും എന്നെ വെറുക്കില്ലേ? നിന്നെ ആരും വെറുക്കില്ല. ഇതാരും അറിയാനും പോകുന്നില്ല. ശാന്തേട്ടനോ? എന്റെ മോളെ, നിന്നെ ഞാൻ വെറുക്കാനോ? നമുക്ക് അടുത്ത മാസം കൊടൈക്കനാൽ പോവാം. അത് കഴിഞ്ഞ് ഊട്ടി പോവാം. അതോ ഊട്ടി പോയിട്ട് കൊടൈക്കനാൽ പോകണം? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ശാന്തേട്ടാ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര ദിവസമായി? അതിനെന്താ മോളെ, നമുക്കെപ്പോഴും ഹണിമൂണല്ലേ? അസല് കുട്ടിയല്ലേ? അല്ല, എല്ലാ കുട്ടികളും ഈ പ്രായത്തിൽ ഇങ്ങനെ. നീയും ഞാനും അല്ല. നമുക്ക് തിരിച്ചു പോകാൻ ശാന്തേട്ടാ. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. ശാന്തേട്ടനോ? ഞാനൊരു സിഗരറ്റ് വലിക്കാൻ വന്നതാ. ബോറടിക്കുന്നുണ്ടാവും അല്ലേ? എന്ത്? എന്നോടൊത്തുള്ള ജീവിതം. നീ എന്തൊക്കെയാ പറയുന്നത്? വരൂ, നമുക്ക് കിടക്കാം. ശാന്തേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടൂ? ഞാൻ നിന്നോട് ദേഷ്യപ്പെടാനോ? ഈയിടെയായി നീ ആവശ്യമില്ലാതെ പലതും പറയുന്നുണ്ട്. ആവശ്യമുള്ളതാണ് പറയാൻ പോകുന്നത്. എനിക്കോ നിനക്കോ? എനിക്കല്ല, ശാന്തേട്ടന്. പറയൂ. ശാന്തേട്ടൻ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കണം. സ്റ്റോപ്പ് ഇറ്റ്. കുട്ടികളില്ലാത്ത ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ ശാന്തേട്ടനെ വേദനിപ്പിക്കും. അന്ന് ചേട്ടൻ എന്നെ വെറുക്കില്ലേ? നിനക്ക് എങ്ങനെ ഇതെന്നോട് പറയാൻ കഴിഞ്ഞു? നിന്റെ കുഴപ്പം എനിക്കായിരുന്നെങ്കിൽ നീ എന്നെ ഉപേക്ഷിക്കുമായിരുന്നല്ലേ?
ശാന്തേട്ട, ഉം? നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുത്താലോ? നിനക്ക് ഇതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാനുള്ളൂ. ശാന്തേട്ടന്റെ മനസ്സിന്റെ വിഷമം എനിക്കറിയാം. എന്റെ മനസ്സിന് ഒരു വിഷമമില്ല. ഈ ദത്തും കിത്തൊക്കെ എടുത്താലേ അച്ഛൻ എന്ത് പറയുമെന്ന് നിനക്കറിയാമോ? മൃദുലയെ ഹോസ്പിറ്റലൈസ് ചെയ്ത കാര്യം പിറ്റേ ദിവസം തന്നെ രാജേട്ടൻ പറഞ്ഞു. ഇങ്ങോട്ട് വരാൻ ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി, പക്ഷെ പറ്റിയില്ല. അതെങ്ങനെയാ? ആ ആഴ്ച മുഴുവനോട് പട്ടിപ്രദർശനത്തിന് നടക്കുമല്ലായിരുന്നു ഡോഗ് ഷോ. ഓ പിന്നെ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ പോയി അന്വേഷിച്ചിട്ട് വരെ. ആ അതിരിക്കട്ടെ. ബൈ ദ ബൈ, ഹൗ ഈസ് യുവർ ഹെൽത്ത് നൗ? ഐ എം ഓൾറൈറ്റ്. ആ ഞാനിപ്പോ വരാം. അമ്മാവനിയുടെ എന്നോട് അത്ര രസത്തിലല്ല കേട്ടോ. ബോംബെയിലെ ബിസിനസ് ഉള്ള എന്നാ പറയുന്നത്. വാ മോനെ, വാ. അല്ല, ഇവൻ പ്രസാദിനോട് വലിയ താല്പര്യത്തിലാണല്ലോ. അങ്ങനെയൊന്നും ആരുടെയും കൈ പോകുന്നവനല്ല. ആരോടാ മോനെ? എന്താ ഇവന്റെ പേര്? ജിത്തുമോൻ. സുലോചനയുടെ സെലക്ഷനാ. നാഷണൽ അവാർഡ് കിട്ടിയ പട്ടിക്കും ഇതാ പേര്. ഞാൻ എന്ത് ചെയ്യാൻ അളിയാ? ഇതിനു വേണ്ടി ഒരു ബഹളം ഉണ്ടാക്കാൻ പറ്റുമോ? നീ എന്നെ അറിയോടാ? നീ അച്ഛന്റെ ചിത്താണോ അതോ അമ്മയുടെ ചിത്താണോ? അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? അങ്കിളിനൊരു മോൻ ഉണ്ടാകുന്നിടം വരെ ഞാനിവിടെ നിന്നോളാന്ന് പറയടാ മോനെ. അവനെ അങ്കിളിന്റെ മോനാ. അറിയാ, അടുത്തെങ്ങാനും ഉണ്ടാവോ? അങ്കിളിന്റെ പടിയെ പൂത്രോടിക്കരുത്. ഇല്ലെങ്കിൽ പറ. ഇതിനൊക്കെ ചില സ്പെഷ്യൽ നമ്പേഴ്സുകളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, ശിക്ഷപ്പെട്ടാ മതി. അല്ല, നീ ഇവിടെ വന്ന് നിൽക്കാണോ? വരൂ, നമുക്ക് താഴേക്ക് പോവാം. വരൂ. അമ്മേ, എന്റെ മോളെ. പ്രശാന്തനല്ലേ മോളെ? ശാന്തേട്ടൻ ഓഫീസിലാണ്, ഞാൻ വിളിക്കാം. ആ, എന്താ നിങ്ങളാരും അങ്ങോട്ട് വരുന്നില്ലല്ലോ? ഇതെന്താ അമ്മേ? അതെ, കുറച്ച് മാങ്ങായാ. നമ്മുടെ കിഴക്കേ വളപ്പിലെ പുളിയമ്മാവിലെയാ. നിനക്ക് അച്ചാറിടാൻ കൊണ്ടുവന്നതാ. അതിന് അച്ചാറുണ്ടാക്കാൻ ഇവൾക്കറിയാമോ? അതുവല്ലതും പഠിപ്പിച്ചിട്ടാണോ നീ അവളെ ഇങ്ങോട്ട് വിട്ടത്? നീ വന്നേ. അല്ലേ, പിന്നെ ആ ശാന്തേട്ടാ, അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ആ, ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഹലോ, അതേ മോനെ, എന്താ അങ്ങോട്ടൊന്നും വരാത്തത്? അച്ഛൻ ഈയിടെ ഒരു പുതിയ എസ്റ്റേറ്റ് വാങ്ങി. ഓഫീസിലെ എല്ലാ ജോലി എനിക്കാണമ്മേ. ഒട്ടും സമയം കിട്ടുന്നില്ല. ആ, പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. മൃദുലയെ ഞങ്ങൾ നേരത്തെ തന്നെ അങ്ങ് കൊണ്ടുപോകും കേട്ടോ. എന്തിനാണമ്മേ അവളെ കൊണ്ടുപോകുന്നത്? ഇത്തവണ കുഴപ്പം വരുത്തണ്ട. 5-ാം മാസത്തിലേ ഞങ്ങൾ അവളെ അങ്ങ് കൊണ്ടുപോകും. ഹലോ 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 ഹലോ. കട്ടായല്ലോ. ഇവിടുത്തെ അച്ഛൻ അങ്ങോട്ട് വരണമെന്ന് പറയാറുണ്ട്. എവിടുന്ന് വരാൻ? അങ്ങേർക്ക് അതിന് സമയം കിട്ടുന്നത് എപ്പോഴാ? നിന്റെ കല്യാണാലോചനയ്ക്ക് വന്നതാ. ഓ, അന്ന് തന്നെ എന്തൊരു ധൃതിയായിരുന്നു. ആ, ശാന്തേട്ടൻ വന്നമ്മേ. ഫോൺ കിട്ടിയ ഉടനെ ഇങ്ങോട്ട് പോന്നല്ലേ? ഇരിക്കും മോനെ, കാപ്പി കുടിക്കേ. അവിടെ വിശേഷമൊന്നുമില്ലല്ലോ. അവിടെ എന്ത് വിശേഷം? വിശേഷമൊക്കെ ഇവിടെ അല്ലേ. അമ്മേ, എനിക്ക് കൊഞ്ചു കൊടുത്തു വിടണം. കൊടുത്തയക്കുന്നത് എന്തിനാ? നീ അവിടെ വന്ന് ഇഷ്ടം പോലെ കഴിച്ചോളൂ. മോൻ കാപ്പി കുടിക്കുന്നില്ലേ? വേണ്ടമേ. നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, ഒരു തലവേദന പോലെ. ആ, പിന്നെ അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുന്നത് മൃദുലയെ കൊണ്ടുപോകാനായിരിക്കും. ഇയാൾക്ക് എപ്പോ വേണമെങ്കിലും വരാം. കൃത്യ ദിവസം അറിയിച്ചാൽ നമ്മുടെ ബോട്ട് ആലപ്പുഴ ജെട്ടി വന്ന് കിടക്കും. മുതലേ, ആ ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിൽ ഞാൻ കവർ വെച്ചിട്ടുണ്ട്. അതിനടുത്ത്
സത്യം പറയൂ, നീ ടാബ്ലറ്റ് കഴിച്ചില്ലല്ലേ? ഇല്ല, ഞാൻ കഴിച്ചില്ല. എന്തുകൊണ്ട് കഴിച്ചില്ല? നീ ഗർഭിണിയാവാൻ പാടില്ലെന്ന് കരഞ്ഞൂടെ? നമുക്കൊരു കുഞ്ഞ് വേണം ശാന്തേട്ടാ. എനിക്ക് കുഞ്ഞിനേക്കാൾ ആവശ്യം നീയാണ്. പ്ലീസ്, നമുക്കിത് അബോർട്ട് ചെയ്യാം. പ്ലീസ് ശാന്തേട്ടാ, പ്ലീസ്, അങ്ങനെ ചെയ്യരുത്. എനിക്കൊരു കുഴപ്പവും വരില്ല. മോളെ, ശാന്തേട്ടന് നിന്നെ കൂടെ ജീവിക്കാൻ പറ്റില്ല മോളെ. ശാന്തേട്ടാ, എന്റെ മനസ്സ് പറയുന്നു എനിക്കൊരു അപകടവും വരില്ലെന്ന്. ചേട്ടൻ ധൈര്യമായിരിക്കൂ. മൃദുല ചെയ്തത് ഒട്ടും ശരിയായില്ല. എനിക്ക് ഒരു കുഴപ്പവും വരില്ല ഡോക്ടർ. എനിക്കത് പറയാൻ പറ്റില്ല. ഇത്തരം കേസുകളിൽ 80% അപകടമാണ്. വിജയിക്കുന്ന 20%-ൽ ഒരാൾ ഞാനായിരിക്കും. പോരെ? ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഈ കളിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല. നമുക്ക് MTP നടത്തി ശരിയാക്കാൻ കുട്ടി. ഇല്ല ഡോക്ടർ, ഞാൻ ഈ കുഞ്ഞിനെ നശിപ്പിക്കില്ല. ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. മൃദുല എന്താണ് ഈ പറയുന്നത്? അതെ ഡോക്ടർ, എന്റെ ശാന്തേട്ടന് ഒരു കുഞ്ഞ് വേണം. ഈ പരീക്ഷണത്തിൽ അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് കിട്ടും. അഥവാ ഞാനും കുഞ്ഞ് മരിച്ചാൽ അദ്ദേഹം വീണ്ടും ഒരു വിവാഹം ചെയ്ത് സുഖമായിട്ട് കഴിയും. ഞാൻ ചേട്ടന്റെ നിത്യ ദുഃഖമായിരുന്നു. എന്റെ ശാന്തേട്ടനെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നു ഡോക്ടർ. ഞാൻ എല്ലാ വിധത്തിലും ശ്രമിച്ചു നോക്കിയതാണ് ഡോക്ടർ. പക്ഷേ മൃദുല സമ്മതിക്കുന്നില്ല. ഇനി ഞാൻ നിർബന്ധിച്ചാൽ അവൾ... അപകട സാധ്യതകളെ കുറിച്ച് ആ കുട്ടിക്ക് അറിഞ്ഞുകൂടി? അറിയാം, പക്ഷേ അവൾക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് ആണ്. ഞാൻ എന്ത് ചെയ്യും ഡോക്ടർ? മിസ്സസിന്റെ പിടിവാശിക്ക് ഒരുങ്ങുന്ന ബുദ്ധിയല്ല. പിന്നെ തീരെ നിവൃത്തിയില്ലെങ്കിൽ സമ്മതിച്ചു കൊടുക്കുക. ഓരോ ഘട്ടത്തിലും നമുക്ക് ചെക്കപ്പ് നടത്താം. കുഴപ്പമെന്ന് കണ്ടാൽ ആ നിമിഷം സർജറി വേണ്ടി വരും കേട്ടോ. ഒരു ചെക്കപ്പും വേണ്ട ശാന്തേട്ടാ. എനിക്കും കുഞ്ഞിനും ഒരു അപകടവും വരില്ല. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഡോക്ടറുടെ ഉപദേശം നിരസിക്കരുത് മൃദുലേ. ഈ മെഡിക്കൽ സയൻസ് പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് ചേട്ടനറിയാമോ? എന്റെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കും. ഫലോപ്പിൻ ട്യൂബിന് തകരാറ് വന്നാലും സുഖപ്രസവം നടക്കുമെന്ന് ഇത്തവണത്തെ മെഡിക്കൽ ജേണലുണ്ട്. ശാന്തേട്ടൻ എന്നെ ഓർത്ത് ഒട്ടും വിഷമിക്കരുത്. എനിക്കൊരു കുഴപ്പം വരില്ലെന്നേ. നമുക്ക് കുഞ്ഞു വേണ്ട മൃദുലേ. വേണം ശാന്തേട്ട. ഒരു കുഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം വിരസമായിരിക്കും. എന്താ മോളെ? നമ്മുടെ പൊന്നു മോളല്ലേ, കരല്ലേ ശാന്തേട്ടാ. മൃദുലേ, ശാന്തേട്ടൻ കരയരുത്. എനിക്കും കുഞ്ഞിനും ഒരു ആപത്തും വരില്ല. ശാന്തേട്ടന്റെ ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട് വേണം എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ പോകാൻ. മൃദുലേ, മൃദുലേ. സോറി മിസ്റ്റർ പ്രശാന്തൻ, കുഞ്ഞിനെ മാത്രമേ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ. വായിക്കരിടാൻ ഇനി ആരും ഇല്ലല്ലോ. ഇല്ല. ആ, എന്നാ എടുത്തോളൂ. അങ്ങോട്ട്
പെണ്ണുങ്ങളൊക്കെ ഇനി നാമം ജയിച്ചോളൂ. നാരായണ നാരായണ നാരായണ